അതിനെ മാത്രം ബേസ് ചെയ്തിട്ട് മറ്റൊരു ഡൈവേർഷനിലേക്കും പോകാത്തൊരു സിനിമയാണ്. അപ്പം ഈ സിനിമ ഇന്നിപ്പം ഇതിന്റെ ഒരു ട്രെയിലർ റിലീസാണ്. കാര്യം 5 മിനിറ്റുള്ള ട്രെയിലറാണ്. കാരണം ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സിനിമ ആയതുകൊണ്ട് ഇതിന്റെ ട്രെയിലർ ചെയ്ത് നോക്കിയാണ് എങ്ങനെയുണ്ട്. അതിലിപ്പം അയ്യപ്പന്റെ കഥാപാത്രങ്ങളുണ്ട്, മറ്റു ചില കഥാപാത്രങ്ങൾ, എല്ലാ കഥാപാത്രങ്ങളും വരുന്നില്ല, എന്നാലും ഒരു ട്രെയിലർ ചെയ്യണം. അപ്പൊ ഇതിന്റെ ഒരു ട്രെയിലർ റിലീസാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഗുരുവും വഴികാട്ടി എന്ന് പറയുന്നത് സാക്ഷാൽ ബാലേന്ദ്രൻ സാറാണ്. ഞാൻ വിജയ് തമ്പി എന്ന എന്റെ പേര് പോലും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അപ്പൊ ഞാൻ സിനിമയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, സംവിധായകനായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അദ്ദേഹമാണ് എനിക്ക് എല്ലാ കാര്യത്തിനും വഴികാട്ടിയും എല്ലാ രീതിയിലും എന്റെ ഗുരുവും വഴികാട്ടിയല്ല. എന്റെ ഒരുപാട് സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ ട്രെയിലറിന്റെ ഇന്നത്തെ റിലീസ് അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അയ്യപ്പന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല, ഒരു 2 വാക്ക് പറഞ്ഞ് ഈ ട്രെയിലർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്റെ ഗുരു കൂടിയായ ബാലേന്ദ്രൻ സാറിന് ഞാൻ ആദരവോടും ക്ഷണിക്കുന്നു. പിന്നെ ഇന്ന് ഈ സിനിമയുടെ കൂടെ ഉള്ളത് യവശേൻ മണിയനാണ്. മണിയൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് 4 തലമുറകളായിട്ട് സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. MGR വെച്ചും അതുപോലെ രാമറാവുവിനെ അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള കമ്പനിയാണ് യവശേൻ. ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ 4 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോ സത്യവേദിന്റെ വലിയൊരു ഹിറ്റ് സിനിമ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ചെയ്താണ്. ബാലേന്ദ്രൻ സാർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ന്യൂ ഇയർ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ സിനിമ, അതിലും മേനോൻ സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ടെക്നിക്കൽ ഒരു കോർഡിനേറ്റർ എന്ന് പറയുന്നത് ശ്രീ സുരേഷ് മണ്ണാർക്കാട്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു AI മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്ന ആള്. പിന്നെ AI ടെക്നീഷ്യൻസ് ആയിട്ട് 2 പേരുണ്ട്, ശ്രീ വിനു, ശ്രീ വാസുദേവ്. ഇവർ 2 ഇതിന്റെ ഒരു AI ഒരു ടെക്നിക്കൽ കോർഡിനേറ്റേഴ്സ്. പക്ഷേ 2 പേരല്ല, ഒരുപാട് പേര് ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് പുതിയ തുടക്കമാണ്. നിങ്ങളെല്ലാവരും കാണുക. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു തരിക, ഇതിനെ അനുഗ്രഹിക്കുക. ഈ പുതിയ തുടക്കത്തിന് ഞങ്ങളോടൊപ്പം വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ യവശേൻ ടീമിന്റെ പേരിൽ നന്ദി പറയുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ശ്രീ വിഷ്ണുവർദ്ധനാണ്. പുള്ളിയുടെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. വിഷ്ണു ഇവിടെ ഉണ്ട്. പിന്നെ അതിന്റെ ഒരു നരേഷനും അതിന്റെ ഡയലോഗ്സ് എല്ലാം സ്ക്രിപ്റ്റ് കൺസൾട്ടന്റ് ആയിട്ട് വരുന്നത് ഡോക്ടർ രാജേന്ദ്ര ബാബുവാണ്. പിന്നെ സിനിമയുടെ ഒരു സിനിമാറ്റോഗ്രാഫി കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ശ്രീ ഉണ്ണി മടവും. അദ്ദേഹം കുറെ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. സിനിമ എഡിറ്റ് ചെയ്യുന്നത് എന്റെ ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ശ്രീ A.R. ശ്രീഹർ പ്രസാദാണ്. സിനിമയുടെ മ്യൂസിക് M. ജയചന്ദ്രനാണ്. M. ജയചന്ദ്രൻ സിനിമയിലേക്ക് 2ാമത് വന്നത് ഞാനും മണിയനോട് ചെയ്ത സത്യവേദ ചെയ്ത സിനിമയിലൂടെ തന്നെയാണ്. അപ്പൊ M. ജയചന്ദ്രനാണ് മ്യൂസിക്, ഹരിനാരായണനാണ് പാട്ടുകൾ എഴുതുന്നത്. അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാ രീതിയിലും ഈ സിനിമ ഒരു പുതിയ അനുഭവമായിരിക്കും. ഇതിനെ അനുഗ്രഹിക്കുക, ഇതിനോടൊപ്പം നിൽക്കുക. സ്വാമിയെ ശരണമയ്യപ്പ. സുഹൃത്തുക്കളെ, ഇതൊരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ് എന്നെ സംബന്ധിച്ച്. ജീവിതത്തിൽ നമുക്ക് പല സന്ദർഭങ്ങൾ ദൈവം തരും. അതൊരു മനോഹരമായ സന്ദർഭമാണിത്. കാരണം തമ്പി പറഞ്ഞ പോലെ തമ്പിയുടെ വാക്കുകൾ കടമെടുത്ത അദ്ദേഹത്തിൻ്റെ വഴികാട്ടി എല്ലാമായ എൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു മികച്ച കലാരൂപം പ്രദർശിപ്പിക്കുവാൻ തമ്പിക്ക് സാധിച്ചു എന്ന് പറയുന്നത് വലിയ നേട്ടമാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. തമ്പി പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ്. കാരണം തമ്പിയെ എവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടിരുന്ന് എനിക്ക് ഓർമ്മയില്ല. തമ്പി എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയുമ്പോൾ തമ്പി ഓർക്കും, April 18 എന്ന ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് നടക്കുക. ഞാൻ അന്നും വളരെ എക്കണോമിക്കലായ ഡയറക്ടറാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാം ടേപ്പ് റെക്കോർഡറാണ് നമ്മൾ പറയുന്ന സംസാരം എല്ലാം ടൈപ്പ് ചെയ്തത്. അപ്പം രാത്രി വൈകിയാണ് ഡബ്ബിങ്. അപ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ കൊണ്ട് നോക്കാം ആ സമയത്ത്. അപ്പോൾ ഒരു ലൂപ്പ് വന്ന് കയറി കൊരുത്തു. ചില സമയങ്ങളിൽ പലപ്പോഴും സംഭവിക്കും. അപ്പോൾ ആ ഒരു ഡയലോഗ് എനിക്ക് ഞാൻ പറയുന്നത് സിങ്ക് ആവുന്നില്ല. അപ്പം എനിക്ക് ദേഷ്യം വന്നു സ്വാഭാവികമായിട്ട്. അപ്പം തമ്പിയാണ് എൻ്റെ ഇമീഡിയറ്റ് അസിസ്റ്റൻ്റായിട്ട് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം രീതിയിൽ മാറ്റിനകത്തുള്ള ഒരു മോസ്റ്റ് സേഫ് കോർണർ എന്ന് പറയുന്നത് അയ്യപ്പൻ തന്നെയാണ്. കാരണം അയ്യപ്പൻ നമുക്ക് ഒരുപാട് പേർക്ക് അന്നം തരുന്നതാണ്. അപ്പോൾ അയ്യപ്പനെ സുഖമായിട്ട് സന്തോഷിപ്പിച്ച് സത്യസന്ധമായിട്ട് അത് ചെയ്യാനുള്ള ഒരു ചുറ്റുപാട് തമ്പിക്കുണ്ടാകട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിലെ ദേവസ്വയം മണിയായാലും ബാക്കിയുള്ള സാങ്കേതിക ആൾക്കാരെ നേരിട്ടെങ്കിൽ പരിചയമില്ലെങ്കിൽ തന്നെ അവർക്ക് എല്ലാവർക്കും ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ ആശംസ അറിയിച്ചുകൊണ്ട് ഇതൊരു ഗംഭീര വിജയമാകട്ടെ എന്ന് ഞാൻ സന്തോഷപൂർവ്വം പറയുമ്പോൾ ഞാൻ അവതരിപ്പിച്ച പല സംഭവങ്ങളും വിജയ് തമ്പി അടക്കം വിജയിച്ചിട്ടുള്ളതുകൊണ്ട് വിജയ് തമ്പിയുടെ ഈ ചിത്രവും ഗംഭീര വിജയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ധർമ്മ സംസ്ഥാപനത്തിൽ കാലപുരുഷൻ അവതാരമെടുത്തു.
റീൽസ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പറയട്ടെ, വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. എൻ്റെ സുഹൃത്ത് മണി നിർമ്മിച്ച് എൻ്റെ അഭിമാനപൂർവ്വം പറയാം, എൻ്റെ ശിഷ്യൻ വിജയ് തമ്പി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടിറങ്ങി ഉടനെയുള്ള എൻ്റെ ഇമ്പ്രഷനാണ് പറയുന്നത്. ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ തോന്നിയത്, ഇറ്റ് ഈസ് എ റിയൽ വിഷ്വൽ ഫീറ്റ്, നമ്പർ 1. നമ്പർ 2, അതിൽ ഏറ്റവും വലിയ സേഫ്റ്റി എന്ന് പറയുന്നത് അയ്യപ്പൻ തന്നെയാണ്. അയ്യപ്പൻ്റെ അനുഗ്രഹമാണ് അതിലുണ്ടാകേണ്ടത്, അതുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ എങ്ങനെയാണ് അയ്യപ്പൻ എന്നറിയാനുള്ളൊരു വാസന നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് ശബരിമല തന്നെ ഇത്രയും അതിനോട് ബുദ്ധിപൂർവ്വം തന്നെ തള്ളി അയ്യപ്പനെ മുറുകെ പിടിച്ചത് ഞാൻ ആദ്യം അറിഞ്ഞിരിക്കുകയാണ്. എനിക്ക് വെച്ചാൽ ഇതേ സാങ്കേതികത്വം വെച്ച് മറ്റു പലതും ചെയ്യാം. പിന്നീട് അതിൻ്റെ വിഷ്വൽ അപ്പീൽ നോക്കുമ്പോൾ തന്നെ ദർ ഈസ് എ സ്റ്റോറി ടെല്ലിംഗ് എഫക്റ്റ് ടോട്ടൽ കോൺസെപ്റ്റിനകത്ത് കഥപറച്ചിലുണ്ട്. കഥപറച്ചിൽ നമുക്കെന്ന് വെച്ചാൽ ഞാനൊരു കുടുംബ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾക്കും കുടുംബത്തെ കുട്ടികൾക്കും സാധാരണ സാധ്യത ഞാൻ കാണുന്നത്. ബാക്കിയുള്ളതൊക്കെ അഫ്കോഴ്സ് ഡിപ്പെൻസ് ഓൺ ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ടു ടേൺ ഔട്ട്. ബട്ട് മൊത്തത്തിൽ ആ ശ്രമം മാറിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഓരോ മുഖങ്ങൾ കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള തമ്പിയുടെ ശ്രമത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി പുതിയ സൂപ്പർ താരത്തിൻ്റെ പിറകെ ഡേറ്റിന് വേണ്ടി കിടന്ന് ജീവിതം കളയാതെ ഇത്തരത്തിലുള്ള സാഹസം ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ നമുക്കൊരു അന്തസ്സ് സംഭവം. അങ്ങനെ ചെയ്യാൻ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ നമ്മളെ സഹായിക്കും. വളരെ ബെസ്റ്റ് വിശേഷം. പത്മകുമാർ ചാലക്കുടി വലിയൊരു ഫോൺ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പാട് നമ്മളിവിടെ മോഹൻ തിരിച്ചു വരും.